ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈബിൾ പഠിക്കാൻ ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പാറയിൽ നിന്ന് ജലം തരുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും ദൈവത്തിൻ്റെ വലിയ പരിപാലനയുമാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? നമുക്കിന്നത് പഠിക്കാം. ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗം 20-ാമത്തെ അധ്യായം വായിക്കുകയും ചെയ്യണം. പാറയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് വെള്ളം കൊടുത്തതെന്ന് അറിയണ്ടേ? അന്ന് പാറയിൽ നിന്ന് പോലും വെള്ളം കൊടുത്ത ദൈവത്തിൻ്റെ മക്കളാണ്. അതുപോലെ നമ്മുടെ പൂർവികർ പാറയിൽ നിന്ന് ദൈവം കൊടുത്ത വെള്ളം കുടിച്ചവരാ. എന്നിട്ട് ഇന്ന് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോൾ അല്പം വെള്ളത്തിന് വേണ്ടി നമ്മൾ എന്തോരം ഓടി നടക്കുന്നല്ലേ? അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം നമുക്കത് നൽകും. ഈ ബൈബിൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അങ്ങ് ഓരോ ദിവസവും ഞങ്ങളെ പ്രത്യേകമായ രീതിയിൽ കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ധാരാളം പ്രവാചകന്മാരിലൂടെയും വചനങ്ങളിലൂടെയും ധാരാളം നല്ല സുവിശേഷ പ്രഘോഷകരിലൂടെയും എല്ലാ ദിവസവും വചനമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളിലേക്ക് വരുന്നുണ്ടല്ലോ. ദിവ്യബലിയിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് വരുന്നുണ്ടല്ലോ. ദൈവമേ, വിവിധ സാഹചര്യങ്ങളിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് എല്ലാ ദിവസവും കടന്നു വരുന്നുണ്ട്. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും വചനത്തിലൂടെ അങ്ങയെ കണ്ടെത്തുവാനും കൂടുതൽ കൂടുതൽ വചനം വായിക്കുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യേശുവേ പിതാവേ, സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഈ സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ദൈവം പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കാനായിട്ടൊരു കാരണമുണ്ട്. നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമവേല ചെയ്യുക അല്ലേ? ആ സമയത്ത് ഈ അടിമ വേലയിൽ നിന്നും ഇവരെ സംരക്ഷിക്കുവാനായിട്ട്, ഇവരെ അവിടെ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ദൈവം ആരെയാ തിരഞ്ഞെടുത്തത്? മോശെ അല്ലേ? ഈ മോശയ്ക്ക് സഹായിയായിട്ട് ഒരാളെ കൊടുത്തു. അതാരാ? ഈ മോശയും അഹറോനും ഈ ദൗത്യം ഏറ്റെടുത്തിട്ട് സ്ഥിരം ഇങ്ങനെ നടക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലും വരും, ഫറവോ രാജാവിൻ്റെ അടുക്കലും പോകും. ഫറവോ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയും ഇവരെ മോചിപ്പിക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് പറയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്കിവിടെ നിന്നൊക്കെ ഒരു മോചനം തരുമെന്ന്. ഇസ്രായേൽ ജനം ഇങ്ങനെ കുറേ നാളായി മോശയെ ശ്രവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് പോകാം നാളെ പോകാം എന്നോർത്തുകൊണ്ട് ഇങ്ങനെ കാത്തൊരുങ്ങി നിൽക്കുക. പക്ഷേ പോകുന്നുണ്ടോ? അവരങ്ങ് മടുത്തു കഴിഞ്ഞപ്പം അവർ ഈ മോശയ്ക്കും അഹറോനുമെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. അവർ പാളയത്തിലും ജോലി സ്ഥലത്തും കിടക്കുന്നതിന് മുമ്പും ഒക്കെ ഇനി എന്നാ നമ്മൾ ഇതിൽ നിന്നും മോചനം പ്രാപിക്കുന്നത്? ഒരാൾ പറഞ്ഞു ഇന്ന് വരും നാളെ വരുന്ന ഞാൻ മോശയും അഹറോനും എത്ര നാളായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. അടുത്തയാൾ പറയുന്നു ഇത് പറച്ചിലേ ഉള്ളൂ, സംഭവം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ കഷ്ടപ്പാട് കൂടിക്കൂടി വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുടിക്കാൻ പോലും വെള്ളം കൊടുക്കാതായി. ഓരോരുത്തരും ദാഹിച്ച് മരിക്കാൻ തുടങ്ങുക. കുടിവെള്ളം കിട്ടാതെ ആയപ്പോഴത്തേനും അവർ മോശയ്ക്കും അഹറോനും എതിരെ പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം പറഞ്ഞു. ഒരാൾ വെച്ചു, ഓ സ്വന്തം സഹോദരി മിരിയാം മരിച്ചിട്ട് പോലും അവർക്കിടെ ഹൃദയത്തിൽ യാതൊരു അനുകമ്പയില്ല, പിന്നെയാണോ നമ്മളോട്? അടുത്തയാൾ പറഞ്ഞു ഞാനിപ്പോൾ ചാകും, ഒരല്പം കുടിവെള്ളം തരുവാൻ പറ്റുമോ? അടുത്തയാൾ പറയും പോയി ചാക്, ഞങ്ങൾ എവിടുന്നാ തരുന്നേ കുടിവെള്ളം നിനക്ക്? ഞാനിപ്പോൾ മരിക്കും, നീ മരിക്കുക, ഞങ്ങളും മരിക്കാൻ പോവാ താമസിയാതെ. ഇങ്ങനെ കുടിവെള്ളം കിട്ടാതെ അവരുടെ ജനം മുഴുവനും വലഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി, അഹറോനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി, ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ മോശയും അഹറോനും ഇവരെ സന്ദർശിക്കാനായിട്ട് ഒരു ദിവസം ഇവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അവർ ഈ സങ്കടവും വേദനയും എല്ലാം ആരോട് പറഞ്ഞു? മോശയും അഹറോനും കൂടെ ഇവരുടെ സങ്കടവും വേദനയും ശരിക്കും ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. അവർ പറഞ്ഞു വാ നമുക്ക് സമാഗമ കൂടാരത്തിൽ പോയി ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. അവരവിടെ പോയി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചെന്നാണ് വചനം പറയുന്നത്. സാഷ്ടാംഗം വീണ് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കിടന്ന് പ്രാർത്ഥിക്കുക. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുക. ദൈവമേ, എന്താ നിൻ്റെ പദ്ധതി, എന്താ നിൻ്റെ പ്ലാന്?
ഒന്ന് പറഞ്ഞു തരാവോ? ഈ ജനം വെള്ളമില്ലാതെ കിടന്ന് വലയുന്നത് നീ കാണുന്നില്ലേ? അങ്ങനെ മോശ കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം ദൈവം ഉത്തരം കൊടുത്തു മോശയ്ക്ക്. എന്താ ഉത്തരം എന്നറിയാവോ? നിന്റെ കയ്യിൽ ഒരു വടി ഇരിപ്പില്ലേ? ഞാൻ തന്ന വടിയാ, അതിനകത്ത് എന്നെ വിളിച്ച് അപേക്ഷിച്ച് ആ വടി എടുത്ത് പ്രയോഗിച്ചോണ്ടാ മതി. മോശ എടുത്ത് എന്താ ചെയ്യണ്ടേ? ആ പാറയിൽ പോയി ഒന്ന് അടിക്ക്, വെള്ളം ഇഷ്ടം പോലെ വരും. മോശ എണീറ്റു, അഹ്റോനെയും കൂട്ടി പോരെ വാ. വേഗം ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് മോശ ആ പ്രവാചക ദൗത്യം. നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? കർത്താവ് നമ്മുടെ വേദന കാണുന്നില്ലെന്നാണോ? നമ്മളെ അറിയുന്നില്ലെന്നാണോ? നിങ്ങൾ എന്താ ധിക്കാരികളെന്നാണ് വിളിക്കണത്? വചനത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ധിക്കാരികളെ. സ്വന്തം ജനത്തെ വിളിക്കുക, വേദന കൊണ്ട് വിളിക്കുക. അരിശപ്പെട്ടാണോ വിളിക്കുന്നേ? അല്ല, വേദനയാ. ധിക്കാരികളെ, നിങ്ങൾ ദൈവത്തിനെതിരെ കുറ്റം പറയുന്നോ? കർത്താവിനെ പഴിക്കുന്നുവോ? ഈ പാറയിൽ നിന്ന് വെള്ളം തരാൻ കഴിവുള്ളവനാ നമ്മുടെ കർത്താവെന്ന് നിങ്ങൾക്കറിയാവോ? ജനം നോക്കി, ഇതെന്നാ? എന്നാ കണ്ടോ, ദൈവം ഇപ്പം തന്നെ നിങ്ങൾക്ക് വെള്ളം തരും എന്നും പറഞ്ഞുകൊണ്ട് മോശ ഈ വടിയെടുത്ത് ഒരൊറ്റ അടി പാറക്കെട്ട് അടിച്ചതും അവിടെ നിന്ന് വെള്ളം പുറപ്പെട്ടു. നല്ല കണ്ണീര് പോലെയുള്ള നല്ല സ്വാദുള്ള വെള്ളം. ഇസ്രായേൽ ജനം മുഴുവനും വെള്ളം കോരി കുടിച്ചു, കുളിച്ചു, മുഖമെല്ലാം കഴുകി, ദേഹത്തേക്കെല്ലാം. കാരണം ഒരുപാട് നാൾ കൂടി അവർക്ക് കുറച്ച് നല്ല വെള്ളം കിട്ടുന്നത്. അവരത് കഴിഞ്ഞ് എല്ലാവരോടും പറയാം, വീടുകളിലൊക്കെ ഇരുന്ന് എല്ലാവരും വിളിച്ച് പറയാം, ഓടിവാ ഓടിവാ, ധാരാളം വെള്ളം, ആടുമാടുകൾക്കും എല്ലാം കൊടുക്കുക. അങ്ങനെ അവരിഷ്ടം പോലെ വെള്ളം കുടിക്കുകയും ഉപയോഗിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ദൈവം വീണ്ടും വീണ്ടും ഓരോ സന്ദർഭത്തിലും ദൈവം ഇസ്രായേൽ ജനത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. മോശയ്ക്ക് തൻ്റെ സ്വരം വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത്ഭുതങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു കൊടുക്കുക. ഇത്രയെല്ലാം കണ്ട് അനുഭവിച്ച ഇസ്രായേൽ ജനമാണ് പിറ്റേ ദിവസം ഒരു ചെറിയ വേദനയോ വിഷമോ വരുമ്പോൾ ആർക്കെതിരെ പിറുപിറുക്കും? ഇതാണ് ഇസ്രായേൽ ജനത്തിന്. എന്തുമാത്രം ദൈവം ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്തെല്ലാം അത്ഭുതങ്ങൾ ഇവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അന്നേരം ഒന്ന് കണ്ടു, പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാം മറന്നു പോകും. അങ്ങനെ വീണ്ടും മോശയും അഹ്റോനും കൂടെ ദൈവത്തിന് നന്ദി പറയാനായിട്ട്, അവരൊരു അനുഗ്രഹം കിട്ടിയാൽ അപ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയും. അങ്ങനെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ചെന്നപ്പോൾ ദൈവം ഒരു പ്രത്യേക വെളിപാട് കൊടുത്തു. മോശയ്ക്ക് സഹായിയായിട്ട് ദൈവം നൽകിയത് ആരെയായിരുന്നു? ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അഹ്റോൻ്റെ ഈ ഭൂമിയിലെ ജീവിതം തീരാറായി. അഹ്റോൻ്റെ ദൗത്യം തീർന്നു. മോശയെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അഹ്റോൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യം, അല്ലേ? മോശ വിക്കനാണ്, വാക്ചാതുര്യം ഇല്ലാത്തവനാണ്. ഞാനൊന്നും പോയി അഹ്റോൻ്റെ അടുത്ത് പറയാൻ പോകുകയില്ല. നീ വിഷമിക്കണ്ടെന്ന് ദൈവം പറഞ്ഞു. നിന്റെ സഹോദരൻ അഹ്റോനെ ഞാൻ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, നിനക്ക് സഹായിയായിട്ട് തരികയാണ്. അവൻ പറയേണ്ടതെല്ലാം അവൻ പറഞ്ഞോളും, നീ പേടിക്കണ്ട. കണ്ടോ, അഹ്റോൻ ഒരു പ്രത്യേക ദൗത്യം ദൈവം കൊടുത്തു, മോശയെ സഹായിക്കുക. മോശയ്ക്ക് സംസാരിക്കാനായിട്ട് അത്ര മിടുക്കില്ല. അപ്പോൾ മോശയുടെ ആ കുറവിനെ പരിഹരിക്കുവാനായിട്ട് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ആളാണ് ആര്? അഹ്റോൻ. അപ്പോൾ അവിടെ വെച്ച്, ആ മലയിൽ വെച്ച് അഹ്റോൻ്റെ ജീവിതം തീർന്നു. ഇനി അഹ്റോൻ പിതാക്കന്മാരോട് ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹ്റോൻ പിതാക്കന്മാരോട് ചേരുവാനുള്ള സമയമായി. അതുകൊണ്ട് ഇനി അഹ്റോൻ്റെ ദൗത്യം ഏൽപ്പിക്കാനായിട്ട് പുത്രൻ എലയാസറിനെ തിരഞ്ഞെടുക്കുക. അപ്പം അഹ്റോൻ്റെ വസ്ത്രം മേലങ്കി ഊരി മോശ എലയാസറിനെ ധരിപ്പിക്കുക. അങ്ങനെ അഹ്റോൻ മരിച്ചു പോവുകയാണ്. അപ്പം അഹ്റോൻ്റെ ദൗത്യം തീർന്നു. കണ്ടോ, ഈ ഭൂമിയിലായാലും സ്വർഗത്തിലായാലും എല്ലാം ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നു. അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, മരണം എത്ര അനിവാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ വേദനിക്കേണ്ട ഒരവസ്ഥ കാര്യമില്ല. അഹ്റോൻ പിതാക്കന്മാരോട് ചേരും, മരിക്കും എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വെളിപാടാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഓരോരുത്തരും എപ്പം മരിക്കണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോഴൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാ ദൈവമേ എൻ്റെ ഈ പ്രിയപ്പെട്ട ആളെ അങ്ങ് വിളിച്ചത്?
ദൈവത്തിന് കരുണയില്ലേ? സ്വർഗത്തിലൊരു ദൈവമില്ലേ എന്നൊക്കെ ഓരോ മരണത്തിലും ആളുകൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇവരൊന്നും ബൈബിള് പഠിക്കുന്നില്ല. ബൈബിള് വായിക്കുകയും ബൈബിൾ ആഴത്തിൽ പഠിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് വരികയില്ല. നമ്മൾ ബൈബിൾ പഠിക്കുന്നില്ല, അറിയത്തില്ല. പിതാക്കന്മാരോട് ചേരും, അഹ്റോൻ പിതാക്കന്മാരോട് ചേരും. സ്വന്തം പുത്രൻ്റെ സാന്നിധ്യത്തിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് മരണത്തിനൊക്കെ ഉള്ള അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സംഭവം നമുക്ക് ഒരു സ്കിറ്റായിട്ട് നിങ്ങൾക്ക് കളിക്കാവോ? അല്ലയോ സഹോദരങ്ങളെ, നമ്മൾ ഇസ്രായേൽ ജനമാണെന്നും ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്നും ഒക്കെയല്ലേ ആ മോശയും അഹ്റോനും പറഞ്ഞത്? എനിക്കപ്പോഴേ തോന്നിയതാണ് ഇതിലെന്തോ ചതിയുണ്ടെന്ന്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യഹോവ നമ്മെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതും നമുക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുമെല്ലാം നിങ്ങൾ മറന്നുപോയോ? എന്നിട്ടിപ്പ എന്തായി? ഒരു തുള്ളി വെള്ളം പോലുമില്ല. നാം എത്ര നാളെ മരുഭൂമിയിൽ താമസിക്കും? മരുഭൂമിയിലെ കാദേശിൽ ദാഹജലം പോലും ലഭിക്കാതെ നാം മരിച്ചു വീഴുമെന്നാ തോന്നുന്നത്. സ്വന്തം സഹോദരി മിരിയാം മരിച്ചിട്ട് പോലും ആ മോശയ്ക്കും അഹ്റോനും ഒന്നും പറയാനില്ല. പിന്നെയാണ് നമ്മുടെ കാര്യം. നിങ്ങൾ സർവ്വസമയവും മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവിടുന്ന് നമ്മോട് തീർച്ചയായും കരുണ കാണിക്കും. എന്തായാലും കാര്യം പറയാം, നീ ആ മോശയുടെ അഹ്റോനെ കൂടി പോയി പ്രാർത്ഥിക്കും. എന്നിട്ട് കിട്ടുന്ന വെള്ളം അല്പം ഞങ്ങൾക്ക് കൂടി കൊണ്ടുവന്നതാ. അത് കുടിച്ചിട്ട് ഞങ്ങൾ മരിക്കട്ടെ. ദാഹിച്ച് മരിക്കാറായി ഈ മോശയും അഹ്റോനും എവിടെ പോയി? ആ അതാ മോശയും അഹ്റോനും എത്തിയല്ലോ. എന്താ എല്ലാവരും ആലോചിക്കുന്നത്? മോശ, അഹ്റോൻ, നമ്മുടെ ജനം വളരെ ആശങ്കയിലാണ്. വെള്ളമില്ലാതെ വലയുന്നു. മോശേ, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിന്റെ മുൻപിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് മരിക്കുവാൻ വേണ്ടിയാണോ ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണ്? മോശേ, ഈ നാട്ടിൽ ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ പാതളപ്പഴമോ ഒന്നുമില്ല. എന്തിന്? കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല. അഹ്റോൻ, വരൂ, നമുക്ക് സമാഗമ കൂടാരത്തിൽ പോയി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഹ്റോൻ, ഈ സമാഗമ കൂടാരത്തിൽ കർത്താവ് നമുക്ക് ഉത്തരം നൽകും. ജനത്തിനു വേണ്ടി മാപ്പ് പറഞ്ഞ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മോശേ, ഇസ്രായേൽക്കാർ ഇപ്പോഴും ഈജിപ്തിലെ ഇറച്ചിച്ചട്ടയെ ഓർത്ത് കേഴുന്നു. അപ്പോൾ കുടിവെള്ളമില്ലാത്ത ഈ അവസ്ഥയിൽ അവർ എങ്ങനെ നമുക്കെതിരെ പിറുപിറുക്കാതിരിക്കും? വരൂ, കർത്താവ് നമ്മെ നയിക്കും. മോശെ, അഹ്റോൻ, കർത്താവേ, ഇതാ ദാസർ അരുളി ചെയ്താലും. മോശെ, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുൻപിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക.
പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കുവാൻ കൊടുക്കുക. അഹ്റോൻ വരൂ, ദൈവം കൽപ്പിച്ചതുപോലെ നമുക്ക് പ്രവർത്തിക്കാം. ഈ മോശ അഹ്റോൻ എവിടെ പോയി ആർക്കറിയാം? നമുക്ക് കുടിവെള്ളം പോലും ഇല്ലെന്ന് അവർക്കറിയില്ലേ? കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ദാഹജലം എവിടെ? കിട്ടും. എല്ലാരും ഒരുക്കി ഇരുന്നോ. എനിക്ക് വയ്യ, ഞാൻ ഇപ്പൊ ചാവും. ചത്തോ? അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? പുറകെ ഞങ്ങളും ചാകാം. ആ ഈജിപ്തിൽ ഒത്തിന്റെയും കുറവില്ലായിരുന്നു. അവിടെ അടിമവേല ചെയ്താൽ എന്താ? കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും കിട്ടുമായിരുന്നു. തേനും പാലും ഒഴുകുന്ന ദേശം തരാമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മെ വഞ്ചിച്ചു. ധിക്കാരികളെ, നിങ്ങൾ കർത്താവിനെതിരെ സംസാരിക്കുന്നുവോ? ദൈവത്തിന്റെ കാരുണ്യവും അവിടുന്ന് നമുക്കായി പ്രവർത്തിച്ച അത്ഭുതങ്ങളും നിങ്ങൾ മറന്നുപോയോ? ഞങ്ങൾക്ക് ദാഹജലം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ മരിക്കും. ഈ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കാൻ ദൈവത്തിന് സാധിക്കും. അതാ വെള്ളം. എല്ലാവരും ഓടി വരുവിൻ, ഇതാ വെള്ളം. ഓയ്, ആടുമാടുകളെയും കൊണ്ടുവരിക. നല്ല രുചിയുള്ള വെള്ളം. ഇത്ര സ്വാദുള്ള വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. ഇത് സ്വർഗത്തിൽ നിന്നുള്ള വെള്ളം തന്നെ. മോശ, അഹറോൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങൾ കർത്താവിനെതിരെ സംസാരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് മാപ്പ് പറയണം. എല്ലാവരും പാളയത്തിലേക്ക് പോയി ആവശ്യത്തിന് ജലം ശേഖരിക്കുക. മോശെ, അഹറോൻ, കർത്താവേ, ഇതാ ദാസർ അരുളി ചെയ്താലും. ഇതാണ് മെരീബായിലെ ജലം. ഇവിടെ വെച്ചാണ് ഇസ്രായേല് കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. മോശ, അഹറോൻ, ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മുടെ ജനത്തിനും കന്നുകാലികൾക്കും ആവശ്യത്തിന് ജലം കിട്ടി. മോശ, അഹറോൻ, ഈ മെരീബ ജലാശയത്തിൽ വെച്ച് ഞങ്ങൾ കർത്താവിനും നിങ്ങൾക്കുമെതിരെ സംസാരിച്ചു. ഞങ്ങൾ കർത്താവിനെ വിശ്വസിച്ചില്ല. ഞങ്ങൾ അവിടുത്തെ ധിക്കരിച്ചു. അവിടുത്തെ പരിശുദ്ധിയെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ഞങ്ങളോട് ക്ഷമിക്കണം. സൈന്യങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ മത്സരിച്ചു. മാപ്പാക്കണം. എല്ലാവരും ശ്രമിക്കുക. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നാം ഈ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം രാജ്യത്തിലേക്ക് യാത്രയാവുക. കർത്താവ് നമ്മെ നയിക്കും. എല്ലാവരും മോശ അനുസരിച്ച് യാത്രയാകുക. വേഗമാകട്ടെ. മകനെ എലിയാസർ, അപ്പൻ എന്നെ വിളിച്ചോ? വിളിച്ചു. വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയുവാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്താണപ്പാ? എന്റെ ഈ ഭൂമിയിലെ വാസം
കഴിയാറായി. ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ എടുക്കപ്പെടുവാനുള്ള സമയമായി. അതുകൊണ്ട് നീ കർത്താവിന് ബലിയർപ്പിച്ച് അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യണം. അതാ മോശ വരുന്നുണ്ടല്ലോ. ഈ ഹോർമലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതെ, അഹ്റോൻ, നോക്കൂ. മോശെ അഹറോന്റെ വസ്ത്രമൂരി മകനായ ഏലിയാസറിനെ ധരിപ്പിക്കുക. അഹറോൻ തന്റെ പിതാക്കന്മാരോട് ചേരും. മെരീബ ജലാശയത്തിൽ വെച്ച് നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയില്ല. സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കൂട്ടുകാരൻ നന്നായിട്ട് അവതരിപ്പിച്ചില്ലേ? കണ്ടോ, മോശ വടിയെടുത്ത് അടിച്ചപ്പോഴേ പാറയിൽ നിന്ന് എന്ത് വന്നു? വെള്ളം വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം സത്യത്തിൽ ചരിത്ര സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെയുള്ള ഒരു അത്ഭുതങ്ങളൊക്കെ കണ്ട ഇസ്രായേൽ ജനം പിന്നെ എന്നെങ്കിലും ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ സാധിക്കുമോ? ദൈവത്തിനെതിരെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് അപ്പോൾ പിന്നെ നമ്മളും അവരിൽ നിന്ന് വ്യത്യസ്തരല്ല. കാരണം നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചറിഞ്ഞ കാര്യമായത്. അവരെക്കാളും വളരെ വ്യക്തമായിട്ട് ഈ തലമുറയ്ക്ക് ഇതെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ അവരെ കുറ്റപ്പെടുത്തും. ഞാനിത് വായിച്ച സമയത്ത് ഞാനും ഓർത്തിട്ടുണ്ട്, ഇത്രയും വലിയ അത്ഭുതങ്ങൾ കണ്ട അവരെങ്ങനെയാണ് പിറ്റേ ദിവസം ദൈവത്തിനെതിരെ തിരിച്ചു പറഞ്ഞതെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ അവരെക്കാളും വലിയ അത്ഭുതങ്ങളല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലേ? ദൈവം മനുഷ്യനായി നമ്മുടെ മുമ്പിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം അപ്പമായിട്ട് നമുക്ക് വരിക. അവർ കണ്ടതിൽ എത്രയോ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇതുപോലെ ദൈവത്തിനെതിരെ ചിലപ്പോഴൊക്കെ പറയാറില്ലേ? ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാറില്ലേ? അപ്പോൾ നമുക്കെങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാരെ അല്ലെ ഇസ്രായേൽ ജനത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റാത്തത്? ഒരു ദിവസം സിസ്റ്റർ ഇത് പഠിപ്പിച്ചപ്പോൾ ഒരു കൊച്ചു ചോദിച്ചതാണ്, എൻ്റെ ദൈവമേ, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ സിസ്റ്ററെ, അന്ന് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവർ പറഞ്ഞതുപോലെ പിറുപിറുക്കിയല്ലായിരുന്നെന്ന്, ഞാൻ മോശയുടെ കൂടത്തിൽ കൂടിയേനെന്ന്. അപ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ അത്ഭുതങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കും ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ സ്കിറ്റ് കണ്ട് ഈ ബൈബിൾ ഭാഗം പഠിക്കുമ്പോൾ നാം ചോദിക്കേണ്ട കൃപ ഇതാണ്: ദൈവമേ, അങ്ങ് പാറയിൽ നിന്ന് ജലം നൽകി. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് ചോരയും നീരും ലഭിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് ഇന്ന് നമുക്ക് ചോര ലഭിക്കുന്നത്, നമുക്ക് പാനീയമായിട്ട് തിരുരക്തം ലഭിക്കുന്നത്. അപ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം കിട്ടിയവർ സത്യത്തിൽ നമ്മളോട് അസൂയപ്പെടാറുണ്ടല്ലേ? നമ്മൾ വിചാരിക്കും അന്ന് ജനിച്ചിരുന്നെങ്കിൽ എന്ന്. അവരെന്താ വിചാരിക്കുന്നേ? ഇന്ന് ജനിച്ചിരുന്നെങ്കിൽ. കണ്ടോ, ഈശോയുടെ തിരുഹൃദയത്തിലെ ചോരയും നീരും ഇന്ന് കുടിക്കാമായിരുന്നല്ലോ. അപ്പം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളോട് പറയുന്ന കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശോയുടെ തിരുരക്തം നമുക്ക് പാനീയമായിട്ട്
ഇന്ന് ഈശോ നൽകുക എല്ലാ വിശുദ്ധ ബലിയിലും. അപ്പോൾ നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി ചോദിക്കാം. കാരണം ഒരു കൊച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊച്ച് പറഞ്ഞ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു, ആ വെള്ളമൊക്കെ ഒന്ന് കോരി കുടിക്കാമായിരുന്നെന്ന്. ഇന്ന് നമ്മൾ ലൂർദിലെ വെള്ളം, മറ്റ് പല സ്ഥലങ്ങളിലെ മാതാവിൻ്റെ കണ്ണുനീരിൻ്റെ വെള്ളം എന്നൊക്കെ പറയും, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമായ പൂർണ്ണതയുള്ള വെള്ളം ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ ദിവസവും പാനീയമായിട്ട്, ഭക്ഷണപാനീയമായിട്ട് നമുക്ക്. അതുകൊണ്ട് എല്ലാ ദിവ്യബലിയിലും ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് വൈദികൻ ആവർത്തിക്കുമ്പോൾ നമുക്കും ആ കൂടെ ചൊല്ലിക്കൊണ്ട്, ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ ദാഹജലം എനിക്ക് നൽകണമേ. മറ്റെന്തിനൊക്കെയോ വേണ്ടിയുള്ള ദാഹമാണ് എനിക്ക്. നിങ്ങൾക്കറിയാം അല്ലേ, എന്തെല്ലാം ഹൃദയ ദാഹമാണ് നമുക്കുള്ളത്. ഈശോ നമുക്ക് നൽകുന്ന ആ ദാഹജലം കൊണ്ട് മാത്രമേ നമ്മുടെ ദാഹത്തിന് ഒരു ശമനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈശോയോട് നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഈശോയെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുവാനും ആ നീരുറവയിൽ നിന്ന് പാനം ചെയ്യുവാനും അങ്ങനെ ജീവൻ സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനും ഇടവരുത്തണമേ. ഇസ്രായേൽ ജനം അല്പം ജലത്തിന് വേണ്ടി, ജീവൻ നിലനിർത്താൻ ജലത്തിന് വേണ്ടി അപേക്ഷിച്ചു. നമുക്കിന്ന് നിത്യജീവൻ്റെ ജലത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ഈ ബൈബിൾ ഭാഗം പഠിച്ചും അതിനകത്തുനിന്ന് കിട്ടുന്ന കൃപ നമുക്ക് സ്വീകരിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിലെ ഈ മക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഓരോ ദിവസവും ബലിയർപ്പണത്തിൽ അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ തന്നെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായിട്ട് തരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ശാരീരിക, മാനസിക, ആത്മീയ വളർച്ചയ്ക്ക് ഉതകുവാൻ അങ്ങയുടെ ശരീരം ഭക്ഷിക്കുവാനും അങ്ങയുടെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ ദൈവമേ ഏറ്റവും മനോഹരമായിട്ട്, ആത്മാർത്ഥമായിട്ട്, വിശ്വാസത്തോടെ ആ അവസരങ്ങളെല്ലാം ബലിയർപ്പിക്കുവാനായിട്ട് ലഭിക്കുന്ന ഒരവസരം പോലും നഷ്ടപ്പെടുത്താതെ, പള്ളിയിൽ പോകുവാനായിട്ട് ചിലപ്പോഴൊക്കെ മടി വരുമ്പോഴും ദൈവമേ ഉത്സാഹത്തോടു കൂടി എണീറ്റ് പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കുവാൻ പോകുവാൻ വേണ്ട ആവശ്യമായ കൃപ അങ്ങ് ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോനാഥ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ബലിയർപ്പണത്തിന് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ട കൃപയും തരണമേ. ഇസ്രായേൽ ജനത്തിന് അങ്ങ് വെള്ളം കൊടുത്തുവല്ലോ. മോശ അങ്ങയോട് അപേക്ഷിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയല്ലോ. എല്ലാ ദിവസവും നിരന്തരം അത്ഭുതങ്ങൾ കാണുവാനും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ആ അത്ഭുതങ്ങളെ സ്വീകരിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വളർച്ചയ്ക്ക് പോഷണമായ അങ്ങയുടെ ശരീരരക്തത്തെ വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുവാനും വേണ്ട വലിയ കൃപ ഈശോയെ അങ്ങ് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ആമേൻ. നമുക്ക് സ്തുതിയല്ലേ, നമുക്കിന്ന് വീട്ടിലേക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പരസ്പരം സ്തുതിയല്ലേ.